അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്തെ സ്വാധീനിച്ച ആഫ്രോ അമേരിക്കൻ വംശജരിൽ പ്രധാനിയായിരുന്നു മലിക് ഷബാസ് അഥവാ മാൽക്കം എക്സ്. ഇന്ന് നമുക്ക് മാൽക്കം എക്സിനെ കുറിച്ച് സംസാരിക്കാം. റിമെമ്പറിംഗ് ദ ലെജൻഡ്സ്. 1925 അമേരിക്കയിൽ ജനിച്ച മാൽക്കം എക്സിന്റെ പിതാവ് കറുത്ത വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം പോരാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനാൽ വെള്ളക്കാരുടെ നിരന്തരമായ പീഡനങ്ങൾക്ക് ആ കുടുംബം ഇരയായി. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്ന മാൽക്കം എക്സ് അവിടെ നിന്നും ഒരു തികഞ്ഞ റൗഡിയായി തീർന്നു. നിരവധി കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി. ഒരിക്കൽ താൻ കവർച്ച ചെയ്ത ഒരു വാച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അമേരിക്കൻ പോലീസിന്റെ പിടിയിലായി അദ്ദേഹം. 10 വർഷമായിരുന്നു മാൽക്കം എക്സിന് ജയിൽ ശിക്ഷ ലഭിച്ചത്. ഇതിനിടയിൽ തൻ്റെ സഹോദരൻ റിജനാൾഡിന്റെ കത്തുകൾ നിരന്തരമായി അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ആ കത്തിലൂടെ നാഷൻ ഓഫ് ഇസ്ലാം എന്ന ഒരു പുതിയ സംഘടനയെ മാൽക്കം എക്സ് പരിചയപ്പെട്ടു. അതിന്റെ പരമോന്നത നേതാവായിരുന്ന അലീജ മുഹമ്മദുമായി അദ്ദേഹം നിരന്തരം ഇടപഴകി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ആ സംഘടനയുടെ താരപ്രചാരകനായി മാൽക്കം എക്സ് മാറി. ഇതിനിടയിലാണ് ജോൺ എഫ് കെന്നഡിയുടെ വധവുമായി ബന്ധപ്പെട്ട് മാൽക്കം എക്സ് നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. നാഷൻ ഓഫ് ഇസ്ലാമിന്റെ അകത്തു നിന്നും മാൽക്കം എക്സിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പതുക്കെ ആ സംഘടനയുമായി അദ്ദേഹം വഴിപിരിഞ്ഞു. 1964 അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തിയ ഒരു വർഷം. ആ ഹജ്ജ് യാത്രയിലാണ് യഥാർത്ഥ ഇസ്ലാമിനെ താൻ പരിചയപ്പെട്ടത് എന്ന് മാൽക്കം എക്സ് പറയുന്നുണ്ട്. അതിനുശേഷം ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര നടത്തി, വലിയ പ്രഭാഷണങ്ങൾ നടത്തി. തുടർന്ന് UK വന്ന മാൽക്കം എക്സ് അവിടെ ഓക്സ്ഫോർഡിൽ നടത്തിയ പ്രഭാഷണം BBC കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. പിന്നീട് അമേരിക്കയിലേക്ക് വന്ന മാൽക്കം എക്സിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷൻ ഓഫ് ആഫ്രോ അമേരിക്കൻ യൂണിറ്റി എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. 1965 അദ്ദേഹത്തിന്റെ സംഘടനയായിരുന്ന ഓർഗനൈസേഷൻ ഓഫ് ആഫ്രോ അമേരിക്കൻ യൂണിറ്റിയുടെ ഒരു പരിപാടിക്കിടെ പിന്നിൽ നിന്നൊരു ബഹളമുണ്ടാവുകയും പരിപാടി അലങ്കോലപ്പെടുകയും ചെയ്തു. മാൽക്കം എക്സും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രശ്നപരിഹാരത്തിനായി മുന്നിട്ടിറങ്ങി. പെട്ടെന്നൊരാൾ മുന്നിലേക്ക് കടന്നു വന്ന് മാൽക്കം എക്സിന്റെ നെഞ്ചിലേക്ക് തുരുതുരാ വെടിയുതിർത്തു. ആ സദസ്സിലുണ്ടായിരുന്ന മറ്റ് 2 പേർ അദ്ദേഹത്തിനെ പിന്നിൽ നിന്നുകൂടി വെടിവെച്ചു. വെടിയേറ്റ് വീണ മാൽക്കം എക്സിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. അമേരിക്കയിലെ വംശീയതക്കെതിരെ നിരന്തരം പോരാടിയിരുന്ന അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതീകവും പ്രതീക്ഷയുമായിരുന്ന മാൽക്കം എക്സ് ഈ ലോകത്തിന് തന്റെ ജീവിതത്തിലൂടെ വലിയൊരു മാതൃകയായിരുന്നു സമ്മാനിച്ചിരുന്നത്. ഇന്നും വംശീയതയുടെ പേരിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന അമേരിക്കയിൽ മാൽക്കം എക്സിന്റെ ജീവിതത്തിനും സന്ദേശത്തിനും വലിയ പ്രസക്തിയുണ്ട്.